അല്ലെങ്കിൽ എനിക്ക് തന്നെ കിട്ടണം, ഒരാവശ്യമില്ലായിരുന്നു. രാവിലെ ചേച്ചി സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞ അമ്മ ഇന്ന് കുട്ടിക്ക് പനിയുണ്ട്, ചുമ ഉണ്ട്, അതുകൊണ്ടൊന്ന് അംഗനവാടി പറഞ്ഞേക്കേണ്ട. ആ വാക്കും കേട്ട് അംഗനവാടി പറഞ്ഞേക്കാതിരുന്ന ഞാനിപ്പോൾ ആരായി? എന്നിട്ട് എല്ലാതും ഒപ്പിച്ച് വെച്ചിരുന്ന ആൾ നോക്ക്, വെറുതെ കള്ളമടി കാട്ടി ഇരുന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്ന് നോക്ക്. എനിക്ക് വെറുതെ പണി ഉണ്ടാക്കാനല്ലാതെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ആ ക്യൂടെക്സ് ഒന്നും എടുത്ത് കളിക്കല്ലേന്ന്. അത് പറഞ്ഞത് കേൾക്കാതെ പോയി കളിച്ച് ഇപ്പോൾ അതൊക്കെ തള്ളിയിട്ട് ആകെ പൊട്ടിച്ച് നാശാക്കി. ക്യൂടെക്സ് പൊട്ടിയിട്ട് ഒരു പേടിയെന്ന് പറഞ്ഞൊരു സാധനമില്ല, ചിരിച്ച് നിൽക്കുന്ന ആൾ. ഇതൊക്കെ ഞാൻ എങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നത്? അത്രയും നേരം കൂടെയുള്ള ആൾ ഒരിത്തിരി നേരത്തേക്ക് മിസ്സായപ്പോൾ പോയി നോക്കിയതാണ്. അപ്പോഴാണ് ഇത് ക്യൂടെക്സ് പൊട്ടിയിട്ട് അതിൽ വെച്ച് കളിക്കുന്നത്. കൺമുന്നിലുള്ള ആൾ കുറച്ച് നേരം മിസ്സായാൽ നമുക്ക് ഉറപ്പിക്കുക എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. ചുമരുമ്പിലൊക്കെ പിന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ കിട്ടുന്ന സാധനം കൊണ്ടൊക്കെ വരയ്ക്കും. അതൊക്കെ പിന്നെ പോട്ടെ വിചാരിക്കും. പക്ഷേ ഈ നിലത്തുള്ള ക്യൂടെക്സ് ഇത് എങ്ങനെയാണ് പോകുന്നത്? കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് തുടച്ചെടുത്താൽ വേഗം പോകും. പക്ഷേ ഇത് കുറച്ച് തോനുള്ളതുകൊണ്ട് എങ്ങനെ അറുതിയിട്ട് ഇത് പോകുന്നില്ല. കുപ്പി വീണ് പൊട്ടിയിട്ട് ആളെ മേത്ത് മുറിയും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല, ക്യൂടെക്സ് ഒന്നും ആയിട്ടില്ല. അതന്നെ വലിയ ഭാഗ്യം. ഉണ്ടെങ്കിൽ അത് നന്നാക്കാൻ ഞാൻ പെടാപ്പാട് വെട്ടിയിരുന്നു. ആയത് മൊത്തം ഇതാ എൻ്റെ കയ്യിലാണ്. ഇനി അതൊക്കെ ഒന്ന് വെറുതെ തേച്ച് പോക്കട്ടെ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.